ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്തൊരു മസാലക്കറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും 1 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു കുക്കറിൽ 2 വിസിൽ വരുത്തി വേവിച്ചെടുക്കുന്നുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ എനിക്ക് ഒറ്റ വിസിൽ തന്നെ വെന്ത് കിട്ടാറുണ്ട്. ഗ്രീൻ പീസിൻ്റെ വെവ് ഒട്ടും കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ അതിലേക്ക് നടുകീറിയ പച്ചമുളകും നന്നായി ചതച്ച് വെച്ച ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം. ഇതാ സവാള ഇതുപോലെ നന്നായി വാടി വന്നാൽ ഇനി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് പച്ചമണമൊക്കെ നന്നായി മാറി വന്നാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ കറി നൂലപ്പത്തിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കാനായി 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഏത് കറിയിലേക്കും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല സ്പൈസിയും ടേസ്റ്റിയുമായ മസാലക്കറി ഇവിടെ റെഡി. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒപ്പം ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.